അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ കറി എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടർത്തി മാറ്റി എടുക്കാം. ഞാനിതൊന്ന് അടർത്തി മാറ്റി കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലൊക്കെ എടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലുള്ള വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കഴുകി മാറ്റാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും എല്ലാം കൂടെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ മസാല ഞാൻ മല്ലിയൊന്നും പൊടിയല്ല ഇടുന്നത്. മല്ലി വറുക്കാത്ത പൊടിക്കാത്ത മല്ലി തന്നെ ഈ തേങ്ങയിലിട്ട് വറുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ കുരുമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്, നിങ്ങളുടെ അടുത്ത് വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ മല്ലിയുടെ കൂടെ ഒരു 5-6 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വറ്റൽമുളക് കഴിഞ്ഞിരിക്കണില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് പകരം ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ ഇപ്പോൾ തന്നെ ഇടണില്ല, ലാസ്റ്റൊക്കെ ഇടണുള്ളൂ. അപ്പോൾ തന്നെ ഇട്ടാൽ നമ്മൾ മുളക് പൊടി ഒന്ന് കരിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഞാൻ ചെറിയ ഉള്ളിയും കുരുമുളകും കറിവേപ്പില വലിയ ജീരകം ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ലോണം വറുത്തെടുക്കണം. ഇനി കുറച്ച് ഒരു പകുതി വറവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്ത് അപ്പോൾ നമുക്കിത് വറവായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇടുന്നതിനാട്ടിയും ടേസ്റ്റ് ഉണ്ടാകാൻ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ മുളക് പൊടി അതിന് പകരം ഇതിലിട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് ഒന്നും കൂടെ ഒന്ന് വറുത്തതിന് ശേഷം മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഞാനത് അടുപ്പിൽ നിന്ന് മാറ്റി അടുപ്പിൽ തന്നെ ഞാൻ വേറൊരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുത്തത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് കഴുകി, ഇപ്പോൾ തേങ്ങ വറുത്തപ്പോഴേക്കും ഇതൊരു 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ കിടന്നത് അന്ന് കഴുകി വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ തേങ്ങ വറുത്തത് അവിടെ ചൂടാറി കൊട്ടപ്പോഴേക്കും നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ. വലിയ സവാള ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള ഒക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളക് നടുവെ കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. ചെറിയ 2 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ നല്ലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വാരി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തു. ഇനി നല്ലൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും നമുക്ക് ഇപ്പോൾ ഇടണ്ട. നമ്മൾ തേങ്ങയിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നല്ല അരച്ചതിലേക്ക് ഒഴിക്കുമ്പോൾ മസാലകളൊക്കെ അപ്പോൾ ഇതിലുണ്ടാവും. ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് കോളിഫ്ലവർ വേകാനുള്ള ഒരു വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളമൊന്നും വേണ്ട. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ടത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇനി അത് വേറൊന്ന് വെന്തോട്ടം അവിടെ കിടന്ന് അപ്പോഴേക്ക് നമ്മളെ തേങ്ങ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ ഈ തേങ്ങ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ടുള്ള ഫൈനായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കോളിഫ്ലവർ വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കോളിഫ്ലവറൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാൻ ഒഴിച്ച് കൊടുത്ത് മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മുഴുവൻ അരപ്പുകളും നമ്മളെ കറിയിലേക്ക് കിട്ടണ്ടേ, അതിന് വേണ്ടിയാണ്. അപ്പോൾ മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ അരപ്പും നമ്മളെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടി. അപ്പം നല്ല ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ. ഈ കുരുമുളകിൻ്റെ ഒക്കെ പിന്നെ ടേസ്റ്റൊക്കെ തോന്നി നമ്മളെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടല്ലോ അതേ ടേസ്റ്റിനെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അവസാനമായിട്ട് കുറച്ച് പിന്നെ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മാത്രം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഞാനൊരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.